ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വീലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അടുത്ത മജീഷ്യൻ്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ് ആണ് ഫീൽഡ് വന്നിരിക്കുന്നത്. വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡിൻ്റെ എനർജി. സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജി. റിലീസാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി. ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വൈസ് കൗൺസിലർ. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു യാത്ര, അതായത് നിങ്ങളിൽ പലരും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് കടക്കുന്നതായിട്ടാണ്. അത്ര ഒരു കണക്ഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു പ്രകൃതിയുമായിട്ടും. അതല്ല, പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ മറ്റ് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നടത്താനുള്ള കഴിവ്, എല്ലാ തരത്തിലും നിങ്ങൾക്ക് നല്ല നല്ല കഴിവുകൾ ഉണ്ടാവുന്നു. അതുപോലെ നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകാനുള്ള വഴികൾ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കണ്ടില്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യത്തിൻ്റെതായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെതായ ദിവസങ്ങളെന്ന് പറയുമ്പോഴേതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും ഒരു സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സ്നേഹസംബന്ധമായ കാര്യങ്ങളാവാം. അപ്പോൾ അതല്ല, ഇനി ജോലിക്കാര്യങ്ങൾ, അതുമല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ എഫേർട്ട് എടുത്ത് നോക്കിയിരിക്കുന്ന കാര്യങ്ങളാവണം. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്കിവിടെ സക്സസ് വരാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗ്യം വരുന്നു, ഭാഗ്യദിനങ്ങൾ ഇനി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് മജീഷ്യൻ്റെ എനർജിയാണ്. മജീഷ്യൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ അല്ല, ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തിൽ മജീഷ്യൻ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതിലെല്ലാം സക്സസ് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾക്കും അതുപോലെ ക്രിയേറ്റീവ് പവറിനെ വർദ്ധിപ്പിക്കാം. നിങ്ങളിൽ കഴിവില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും നല്ല കഴിവുള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കണം, എന്താണെന്ന് കണ്ടെത്തണം. ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അത് പേരും പ്രശസ്തിയും പദവിയും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്തേക്കാണ് നിങ്ങളിപ്പോൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട്.
ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾ പഠിക്കുന്നവരായാലും അത് ഏത് കാര്യങ്ങളിലായാലും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഒന്നും ലഭിക്കില്ല, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ആ പരിശ്രമത്തിനനുസരിച്ച് നിങ്ങൾക്കിവിടെ ഫലം കിട്ടും. പരിശ്രമിച്ചാലും ചിലപ്പോഴൊന്നും ഫലം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മജീഷ്യൻ്റെ എനർജി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവസരം വരണമല്ലോ, അവസരം വരാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ജീവിതം പരാജയമാകും അല്ലേ. അവസരങ്ങളാണല്ലോ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു, ഒരു അവസരം ലഭിക്കുക, അതല്ലേ ഒരു സന്തോഷം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാരേജ് പ്രപ്പോസലൊക്കെ വരുന്നു, അതിൽ എന്തെങ്കിലും ഒരു അവസരം വരണമല്ലോ. ഒന്നും വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ വരുന്നത്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് തന്നെ ഒരു നല്ല സമയമാണ്, നല്ല ഭാഗ്യ സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആരോടോ ചിലപ്പോൾ നിങ്ങളിലേക്ക് ആരെങ്കിലും ഒരു ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം. ഇത്രയും നാളും അത് പറയാതെ ഇരിക്കുന്ന ചില സാഹചര്യങ്ങളാണെങ്കിൽ ഇനിയെങ്കിലും അത് തുറന്ന് പറയണം എന്നൊക്കെ ഇവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയതായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസൽ പുതിയതായിട്ട് തുടങ്ങുന്ന എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ സ്വയം ഹീലിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് അതിലൊരു ക്ഷീണമുണ്ടെങ്കിൽ അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മെഡിറ്റേഷനിലേക്ക് നീങ്ങുന്നു. കാരണം മൈൻഡ് ഒന്ന് കൂളാക്കി വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരുപാട് ഉൾക്കാഴ്ചയെ കിട്ടും. കുറച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൊന്ന് ഇടപെട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ജോലി ചെയ്തതിന് ശേഷം മൈൻഡ് കൂളാക്കി വെച്ച് അല്ലെങ്കിൽ കാമാക്കി വെക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ കുറച്ച് നിങ്ങൾ സ്വയം ഒന്ന് വിചാരിക്കുകയാണ്, എനിക്കിപ്പോൾ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യേണ്ട, ചിലപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടതായ ആവശ്യമുണ്ട്, എന്നിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. അല്ല എങ്കിൽ എന്തെങ്കിലും അസുഖത്തിൽ നിന്നും റെസ്റ്റ് എടുക്കാം, ചില ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് അവിടെ നിന്നും റെസ്റ്റ് എടുക്കുന്ന എനർജിയും ആവാം. അതുപോലെ തന്നെ ഇവിടെ സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, ക്വേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ വന്നിരിക്കുന്നത് വിക്ടറിയാണ്, 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വാൺസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളിലും വിക്ടറി ആൻഡ് സക്സസ് ആണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അവാർഡുകൾ ലഭിക്കുന്നു, സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള സാധ്യത, നിങ്ങൾക്കൊരു ഉയർന്ന പദവിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത, ജോലിക്കാര്യങ്ങളിൽ ഒരു പ്രൊമോഷൻ, സ്ഥലം മാറ്റം, നിങ്ങൾ ആഗ്രഹിച്ചിടത്തേക്ക് ഒരു സ്ഥലം കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് മാറാൻ സാധിക്കുക. ഏതൊരു തരത്തിലായാലും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേർ ആദരിക്കുന്ന ഒരു സമയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നല്ല ഒരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഉയർന്ന സ്ഥാനത്തേക്കാണ് നിങ്ങളിവിടെ പോകാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ പോകാൻ പറ്റും. വൺസ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങളെ തിരിച്ചറിഞ്ഞ ആൾക്കാർ അതിനുള്ള സമ്മാനങ്ങൾ തരുന്നുണ്ട്, അവാർഡ്, റിവാർഡ്, സ്കോളർഷിപ്പുകളൊക്കെയും തരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇവിടെ റീയൂണിയനുള്ള സാധ്യതയും ഇവിടെ പറയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ റിലീസാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും എൻഡാക്കുകയാണ് നിങ്ങളിപ്പോൾ ഇവിടെ. അത് എൻഡാക്കിയിട്ട് നിങ്ങളൊരു പുതിയ ബിഗിനിങ് തുടങ്ങുന്നു, പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഒരു ഫ്രഷായിട്ടുള്ളൊരു ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ വരുന്നു. അത് ഏതൊരു കാര്യവുമാകാം, റിലേഷൻഷിപ്പ് ആകാം, അത് മറ്റെന്തെങ്കിലും കാര്യങ്ങളും ആകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവുമായാലും നിങ്ങൾക്കിവിടെ ഒരു തുടക്കത്തിനുള്ള സമയമായിരിക്കുന്നു. അത് നിങ്ങളെ പോസിറ്റീവായിട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വലായിട്ടും നിങ്ങളെ ഒരുപാട് കണക്റ്റ് ആക്കുന്നതാണ്. സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയപരമായ ഒരു പാതയിലൂടെ നിങ്ങൾക്കൊരു വലിയ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, ക്വേറിയസ് എനർജി. ഇവിടെ നല്ല വ്യക്തികളാണ്, നല്ല ഇൻ്റലിജൻ്റാണ്, ബ്രില്യൻ്റാണ്, പല തീരുമാനങ്ങളും എടുത്ത് അതേപോലെ നടപ്പിലാക്കാൻ കഴിവുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി സാമ്പത്തികപരമായ ഉയർച്ച, കിങ് അല്ലേ,
ഇപ്പോൾ സാമ്പത്തികപരമായ ഉയർച്ച വരാം, സമൂഹത്തിലൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാവാം, പ്രവൃത്തികളിലെ വാക്കുകളിലെ എല്ലാം നന്മ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഒരു അടുക്കം ചിട്ടയുമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക, ഇതൊക്കെ വാക്കിനും പ്രവൃത്തിക്കും എല്ലാം ഒരു സത്യസന്ധത കൊണ്ടുവരിക, അത് എല്ലാം പറയുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്, അപ്പോൾ സമൂഹത്തിലൊരു സ്ഥാനം ഉറപ്പിക്കുക, വലിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളിൽ പലർക്കും എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാനുള്ള സാധ്യതയാണ്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ 3 കാർഡ്സും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് നിരാശയിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കിട്ടുന്നതൊന്നും മതിയാവുന്നില്ല, എല്ലാ കാര്യങ്ങളിലും നിരാശയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പോരാ. ഉദ്ദേശിക്കുന്നത് എന്താണോ അത് തന്നെ വേണം. ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ തന്നെ ഗിഫ്റ്റ് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിരാശ കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ജോലിക്കാര്യത്തിലാവാം, ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉദ്ദേശിച്ചത് കിട്ടുന്നില്ല, മാരേജ് പ്രപ്പോസൽ വന്ന് ഉദ്ദേശിച്ച ബന്ധമായിരിക്കില്ല. അപ്പോൾ ഇതിലൊക്കെ നിരാശ കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് അപ്ലൈ ചെയ്യുക, അപ്പോൾ ഉദ്ദേശിച്ചത് കിട്ടുന്നില്ല, അതിലുള്ള നിരാശയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു നിരാശ മാറും. കാരണം നിങ്ങൾ അതിനായിട്ട് ചിലപ്പോൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് തരാനുള്ള സാധ്യതയാണ്. അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് വരുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ, ഉണർന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യൂ എന്നുള്ളതാണ്. എപ്പോഴും അലസത വിചാരിച്ച്, മടി വിചാരിച്ച്, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല, വാശി പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കിട്ടുന്നതുകൊണ്ട് തൽക്കാലം തൃപ്തനാവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. അവിടെ ജോലിക്കാര്യങ്ങളായാലും മറ്റേ ഏതെങ്കിലും കാര്യത്തിലായാലും, അപ്പോൾ ജോലിക്കാര്യങ്ങളായാലും ചിലപ്പോൾ ചെറിയ ചെറിയ ജോലി ആയിരിക്കാം ആദ്യം കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ പിടിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത്. അതിലൂടെ വലിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. കോംപ്രമൈസ് ആണ്, സോറോ, ഇൻറ്റൻസിറ്റി, റീബർത്ത്. നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട്, നല്ലതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരും. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു എന്ന്. ഇവിടെ കാണുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോയാണ്. കണ്ടില്ലേ? ഇവിടെ പല കാര്യങ്ങളിലും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനോ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ എന്താണ്, ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതാണ് നല്ലത്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ല, നാട് ഓടുമ്പോൾ നടുവേ ഓടുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ പഴമൊഴികളുണ്ടല്ലോ ഒരുപാട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് ഒഴുക്കിനനുസരിച്ച് നീന്തുക. ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ടും വരും. ചിലപ്പോഴൊക്കെ, മനസ്സിലായി, എല്ലായ്പ്പോഴുമല്ല, ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്തേ മതിയാവൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ പറ്റൂ എങ്കിൽ നമ്മുടെ സക്സസ്സിന് അത് നമുക്ക് ഉപകരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ റീബർത്താണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ നല്ലൊരു മാറ്റമാണ്, പുനർജന്മമാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുനർജന്മം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ സക്സസ്സിലേക്ക് നയിക്കുന്ന ആഴത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട്. അതുപോലെ ദുഃഖം അനുഭവിച്ചിരിക്കുന്നവർക്ക് സന്തോഷത്തിലേക്ക് മാറാനുള്ള കഴിവുണ്ട്. അതുപോലെ ചേഞ്ചാണ് വരുന്നത്. ജീവിതത്തിൽ നല്ല മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് പോകാൻ ഇവിടെ സാധിക്കുന്നു. കാരണം ഇവിടെ പിരിഞ്ഞിരിക്കുന്ന പാർട്ട്ണർ ഒന്ന് ചേരുന്നുണ്ട്. അപ്പോൾ വരുന്നുണ്ട്, നിങ്ങളിലേക്ക് വന്നു ചേരും. അവർ പാർട്ട്ണർഷിപ്പായിട്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് പോകും. ഇനി അത് വ്യക്തികളുടെ കാര്യമല്ല, സാഹചര്യമാണ്, ഏതെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാണോ, അവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ വേണം പോകാൻ. ഇവിടെ നിങ്ങൾക്കത് സക്സസ്സിലേക്ക് വരും എന്നുള്ളതാണ്. കാരണം ഇവിടെ എല്ലാം ഒരു മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. മാറ്റം നിങ്ങളിലേക്ക് വരും, പോസിറ്റീവായ നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഈ ദുഃഖത്തിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനമുണ്ടാവും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ടാവും. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അവസ്ഥ, ആരുമില്ല എന്ന് കരുതി ദുഃഖം അനുഭവിക്കുകയാണ്. എന്തിനാണ്? അങ്ങനെയല്ല. ആരുമില്ല എന്ന് കരുതി എനിക്ക് യൂണിവേഴ്സ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കണം. യൂണിവേഴ്സ് എന്നെ തള്ളിക്കളയില്ല. കാരണം ഞാൻ യൂണിവേഴ്സിൻ്റെ സന്തതിയാണ്, ദൈവത്തിൻ്റെ സന്തതിയാണ്. അപ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയുമോ? ഇല്ല. അപ്പോൾ സൃഷ്ടികർത്താവ് തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. എപ്പോഴാണോ അതിന് നിങ്ങൾക്ക് നന്മയിലേക്ക് പോകാനുള്ള ആ സാഹചര്യം ഒരുങ്ങുന്നത്, അത് യൂണിവേഴ്സ് കണ്ടെത്തി ആ ഒരു സമയത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ കുറച്ച് ദുഃഖം അനുഭവിക്കേണ്ട സമയത്ത് അനുഭവിക്കുക, അതേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിനി ഫോർച്യൂൺ കാർഡ്സും കൂടെ എടുക്കാവേ. ഡോഗ്സ് ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്. കണ്ടില്ലേ? ഇവിടെ ഫ്രണ്ട്സുമായിട്ട് കണ്ടുമുട്ടാനുള്ള എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം. ഇപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ബോയ്ക്കോട്ടാണ്. കോംപ്ലിമെൻറ്റ്സ് ഫ്രം ആൻ അഡ്മയർ. കണ്ടില്ലേ? നിങ്ങൾ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തികളിൽ നിന്നും, നിങ്ങളെ ആരാധിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് ഇന്ന് കോംപ്ലിമെൻറ്റ് തരുന്നത് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആരാധനാപാത്രമായി നിങ്ങളെ ആര് കരുതുന്നു അവരിൽ നിന്നും നിങ്ങൾക്കൊരു കോംപ്ലിമെൻറ്റ് ലഭിക്കും എന്നാണ് കാണുന്നത്. ഇവിടെ ഗോൾഡ് ഫിഷാണ് വന്നിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത്. നിങ്ങൾക്ക് ധനപരമായിട്ടൊരു ഉയർച്ച വരാൻ പോകുന്നു. അതുപോലെ ആത്മീയപരമായ വളർച്ച, ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇങ്ങോട്ടാണ് പ്രോബ്ലംസ് ടു ബി റിസോൾവ്. ഇവിടെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാറായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം വരുന്നത്, അതിനൊക്കെ ഒരു ഒത്തുതീർപ്പിലെത്താനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നുകൊള്ളും. മനസ്സിലായോ? പ്രോബ്ലംസ് എന്നും അങ്ങനെ തന്നെ കിടക്കില്ല. മനസ്സിലായി? അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരാനല്ലേ ശ്രമിക്കുക. അപ്പോൾ കുറേശ്ശെ ആയിട്ട് അതിനെ നമുക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ അവളാണ് വന്നിരിക്കുന്നത്. ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ. ബുദ്ധിയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് അഡ്വൈസ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിന് അഡ്വൈസ് ആരുടെയെങ്കിലും വേണോ, അത് നിങ്ങൾക്കിന്ന് ലഭിക്കും എന്നുള്ളതാണ്. വെൽത്ത്, ധനപരമായ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ട്. അതുപോലെ ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് വെളിയിൽ വരാൻ കഴിയുന്നു. ഇവിടെ കണ്ടില്ലേ? മറികടക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ പല സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രയാസമേറിയ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെയധികം സന്തോഷകരമായ എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.